ഒരു സ്ത്രീയെ കന്യകാത്വ പരിശോധനയ്ക്ക് നിർബന്ധിക്കുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിന്റെ ലംഘനമാണെന്ന് അലഹബാദ് ഹൈക്കോടതി. രാജ്യത്തെ ഒരു പൗരന് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന അന്തസ്സിനുള്ള അവകാശം ഉൾപ്പെടെ ജീവനും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിനുള്ള മൗലികാവകാശത്തെ ഹനിക്കുന്നതാണിതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഹർജിക്കാരന്റെ ആവശ്യം അംഗീകരിക്കുന്നത് സ്ത്രീയുടെ മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്നും ജഡ്ജി ചൂണ്ടിക്കാട്ടി. ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ടെന്നും അതിനാൽ ഭാര്യയെ കന്യകാത്വ പരിശോധനയ്ക്ക് വിധേയയാക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് നൽകിയ ഇടക്കാല ഹർജി നിരസിച്ച കുടുംബ കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് ഒരു വ്യക്തി സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ നിർണായക നിരീക്ഷണം. ഭരണഘടന വിവക്ഷിക്കുന്ന മൗലികാവകാശങ്ങളിൽ സുപ്രധാനമാണ് 21-ാം അനുച്ഛേദമെന്ന് വ്യക്തമാക്കിയ കോടതി കന്യകാത്വ പരിശോധനയ്ക്ക് അനുമതി നൽകുന്നത് മൗലികാവകാശങ്ങൾക്കും സ്വാഭാവിക നീതിയുടെ അടിസ്ഥാന തത്വങ്ങൾക്കും സ്ത്രീയുടെ വ്യക്തിപരമായ അന്തസ്സിനും എതിരാണെന്നും ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അരവിന്ദ് കുമാർ വർമ്മ നിരീക്ഷിച്ചു. 2024 ഒക്ടോബർ 15-നാണ് ഹർജി കുടുംബ കോടതി തള്ളിയത്. തുടർന്നാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഭർത്താവിന് ലൈംഗിക ശേഷിയില്ലെന്നും അതിനാൽ ഒരുമിച്ച് കഴിയാനാകില്ലെന്നും ഭാര്യ കോടതിയെ ധരിപ്പിച്ചു. ഭാര്യയുടെ ആരോപണത്തിൽ അടിസ്ഥാനമില്ലെന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ അനുബന്ധ പരിശോധനയ്ക്ക് വിധേയനാകാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തെളിവ് ഹാജരാക്കാനോ ഹർജിക്കാരനോട് കോടതി പറഞ്ഞു. ഭർത്താവിനെ അനുകൂലമായ തെളിവുകൾക്കായി ഭാര്യയുടെ കന്യകാത്വ പരിശോധനയ്ക്കായി അനുമതി നൽകാനാകില്ലെന്നും കോടതി അറിയിച്ചു. മാന്യതയോടെയും മഹത്വത്തോടെയും പരിഗണിക്കപ്പെടാനുള്ള സ്ത്രീയുടെ മൗലികമായ അവകാശമാണ് കന്യകാത്വ പരിശോധനയ്ക്ക് വിധേയയാകണമെന്ന് നിർദ്ദേശിക്കുന്നതിലൂടെ ലംഘിക്കപ്പെടുന്നതെന്ന് ജസ്റ്റിസ് വർമ്മ പറഞ്ഞു. 21-ാം അനുച്ഛേദം ഒരു വ്യക്തിക്ക് ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യം എന്ന അവകാശത്തെ നിന്ദിക്കാനാകില്ലെന്നും ഒരു തരത്തിലും ലഘൂകരിച്ച് കാണാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹർജിക്കാരനും എതിർകക്ഷിയും പരസ്പരം ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനം കൈക്കൊള്ളാനാകൂവെന്നും ജസ്റ്റിസ് വർമ്മ വ്യക്തമാക്കി. 2023 ഏപ്രിൽ 30-നാണ് ഹർജിക്കാരനും എതിർകക്ഷിയും വിവാഹിതരായത്. ഛത്തീസ്ഗഡിലെ കോർബയിലുള്ള ഭർത്താവിന്റെ കുടുംബഗൃഹത്തിലായിരുന്നു ദമ്പതിമാർ താമസിച്ചു വന്നത്. എന്നാൽ ഭർത്താവിന് ലൈംഗിക ശേഷിയില്ലെന്നും അതിനാൽ വിവാഹബന്ധം തുടരാനാകില്ലെന്നും യുവതി വീട്ടുകാരെ അറിയിച്ചതായി ഹർജിക്കാരന്റെ അഭിഭാഷകൻ പറഞ്ഞു. 2024 ജൂലൈ 20-ന് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 144-ാം വകുപ്പ് പ്രകാരം 20,000 രൂപ ജീവനാംശം ആവശ്യപ്പെട്ട് യുവതി കുടുംബ കോടതിയിൽ ഹർജി സമർപ്പിച്ചു. തുടർന്നാണ് ഭാര്യയ്ക്കെതിരെ ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത്. ഭാര്യയുമായി ഇതുവരെ ശാരീരിക ബന്ധമുണ്ടായിട്ടില്ലെന്നും ഭാര്യയ്ക്ക് തന്റെ സഹോദരനുമായി അവിഹിത ബന്ധമുണ്ടെന്നും അതിനാൽ കന്യകാത്വ പരിശോധനയ്ക്ക് അനുമതി നൽകണമെന്നുമായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം.